ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഏപ്രിൽ ഫുള്ളായിട്ട് എന്തൊക്കെയാണ് നിങ്ങളുടെ പരിപാടി? ആരെങ്കിലുമൊക്കെ പറ്റിച്ചോ? എന്തെങ്കിലും പ്രാങ്കൊക്കെ ചെയ്ത് കാണില്ലേ? എന്തായാലും താഴെ നിന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഞാനും ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചെറിയ പ്രാങ്ക് ഐഡിയ ആയിട്ടാണ്. പെട്ടെന്ന് കുട്ടികൾക്കൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, മറ്റുള്ളവരെ ഒന്ന് ചെറുതായിട്ടൊന്ന് പറ്റിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഐഡിയയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ലേറ്റായി വീഡിയോ ഇടാനായിട്ടെന്ന് അറിയാം, എന്നാലും ഇന്ന് മാത്രമല്ലല്ലോ, നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചെറുതായിട്ടൊന്ന് പറ്റിക്കാൻ ഒരു രസമല്ലേ. എന്തായാലും നമുക്ക് വീഡിയോ കണ്ട് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ആക്രിലിക് പെയിൻറ്റിൻ്റെ ബോട്ടിലാണ്. അത് വാഷ് ചെയ്യാത്തതാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. നന്നായിട്ട് ഉണങ്ങി പറ്റിപ്പിടിച്ചിരിക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ പെയിൻറ്റൊക്കെ. അതുപോലെ തന്നെ വൈറ്റ് ഗ്ലൂ, ഏതെങ്കിലും ഒരു വൈറ്റ് ഗ്ലൂ, ഫെവിക്കോളോ അല്ലെങ്കിൽ ഇതേപോലത്തെ ഫാബ്രിക് ഗ്ലൂവോ എടുക്കാം. പിന്നെ വേണ്ടത് മിക്സ് ചെയ്യാനായിട്ടൊരു ബൗളും പിന്നെ ഏതെങ്കിലും ഒരു കളർ വേണം കേട്ടോ. ഞാനിവിടെ വൈറ്റ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും എടുക്കാം. നമ്മൾ കാലിയായിട്ടുള്ള ഒരു ബോട്ടിൽ എടുക്കുന്നുണ്ടല്ലോ, അതിലത്തെ കളർ ഏതാണോ ആ കളർ തന്നെ എടുക്കാം. പിന്നെ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റും കൂടി വേണം കേട്ടോ. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് എന്താണ് ഉണ്ടാക്കാൻ പോണെന്നല്ലേ, നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് നമ്മൾ കുറച്ച് വൈറ്റ് ഗ്ലൂ എടുക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്ന കളറ് കുറച്ച് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കാം. അപ്പോൾ നിങ്ങൾക്കറിയാലോ, ഈ വൈറ്റ് ഗ്ലൂ ഉണങ്ങി കഴിയുമ്പോൾ കുറച്ചൊന്ന് ട്രാൻസ്പെറൻ്റ് ആവും. അതുകൊണ്ട് തന്നെ നമ്മൾ ആഡ് ചെയ്യുന്ന കളർ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ വൈറ്റായ കാരണം ഇത് അറിയാൻ പറ്റുന്നില്ല നന്നായിട്ട് മിക്സ് ആവുന്നുണ്ടോയെന്ന്. എങ്കിലും ഞാൻ നന്നായിട്ട് തന്നെ ഒരുവിധം നന്നായി തന്നെ മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്ലൂവും കളറും കൂടി നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ട്രാൻസ്പെറൻറ്റ് ഷീറ്റിലേക്ക് ഇതേപോലെ ചെയ്തു കൊടുക്കാം. ബോട്ടിൽ ചെരിഞ്ഞ് പെയിൻറ്റ് പോയി എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ. മനസ്സിലായില്ലേ? അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് ബോട്ടിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക. ബാക്കിയുള്ളത് ഈ ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇനി ഇത് ഉണങ്ങാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇതൊരു വൈകിട്ട് 5 മണിക്കാണ് ചെയ്തത് കേട്ടോ. പിറ്റേ ദിവസം കാലത്ത് എഴുന്നേറ്റിട്ടാണ് ഞാനിത് നോക്കിയത്. അപ്പോഴേക്കും നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അത്രയും നേരം വേണം ഇത് ഉണങ്ങാനായിട്ട്. നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം പതുക്കെ ശ്രദ്ധിച്ച് നമുക്ക് ഈ ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൽ നിന്നും ഇത് അടർത്തിയെടുക്കാം. അപ്പോൾ അതങ്ങനെ പൊട്ടിപ്പോകാതെ ശ്രദ്ധിച്ചെടുക്കാം കേട്ടോ. ഇപ്പം തന്നെ ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്. അതെ, നമ്മൾ പെയിൻറ്റ് വീണ് പോയി, അതും നമ്മുടെ ഡ്രസ്സിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ ഫോണിലോ എവിടെയെങ്കിലും ഇതേപോലെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ കാണുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതും അവർക്ക് ഇഷ്ടപ്പെടുന്ന ഡ്രസ്സിലോ ഒക്കെ ആണെങ്കിലോ. അപ്പോൾ അതാണ് നമ്മുടെ കുഞ്ഞൊരു പ്രാങ്ക് ഐഡിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ആരെയാണ് നിങ്ങൾ പറ്റിക്കാൻ പോകുന്നത്? അവരുടെ എന്തെങ്കിലും ഒരു പ്രിയപ്പെട്ട സാധനം എടുക്കുക. അതിപ്പോൾ ഫോണാവാം, ലാപ്ടോപ്പ് ആവാം, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഡ്രസ്സാവാം. അതുമഴ ഇതൊന്നിങ്ങനെ കൊണ്ടുവച്ച് നോക്കിയേ. അത്രയേ ഉള്ളൂ, അടിപൊളിയാവില്ലേ? അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ എടുക്കുന്ന പെയിൻറ്റിൻ്റെയും ഈ ഗ്ലൂവും കൂടിയിട്ടുള്ളൊരു മിക്സ് ഉണ്ടല്ലോ, അത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവയ്ക്കുമ്പോൾ അതുമ്പോൾ പെയിൻറ്റൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അവസാനം ഞാൻ പറഞ്ഞിട്ടാണ് നിങ്ങൾ ചെയ്തതെന്ന് ആരോടും പോയി പറയരുത്. ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. നന്നായി ഉണങ്ങിയതിന് ശേഷം മാത്രമേ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അടർത്തിയെടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് കൈകൊണ്ടൊക്കെ തൊട്ട് നോക്കുക അതിൻ്റെ അടിഭാഗമൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടോയെന്ന്. അതിന് ശേഷം മാത്രം ഈ പറ്റിക്കാനായിട്ട് പോവാം കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ വേറൊരു കാര്യം, ഇതിൻ്റെ കളറൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ, ഒരു കോഫിയുടെയോ അല്ലെങ്കിൽ ഒരു ചായയുടെയോ കളറാക്കി എടുത്തു കഴിഞ്ഞാൽ ചായക്കൊക്കെ നല്ല കറയാണല്ലോ ഡ്രസ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ. അപ്പോൾ ആ രീതി ആവുകയാണെങ്കിൽ ഒന്നും കൂടി നല്ല എഫക്റ്റീവായിരിക്കും. ആ ഒരു ഐഡിയ വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു പ്രാങ്ക് ഐഡിയ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട്, പക്ഷേ ഇത് ഉണങ്ങി വരാനായിട്ട് കുറച്ചൊരു ടൈം വേണമെന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ രസകരമായ അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.